നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 6 ചൊവ്വാഴ്ചയാണ്. 2 ദിവസമായി വലിയ ഇടിവിലൂടെയാണ് ഗ്ലോബൽ മാർക്കറ്റുകളെല്ലാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇന്ന് നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകളുടെ പോസിറ്റീവ്സിൽ നിന്ന് ആരംഭിക്കുകയാണെങ്കിൽ US ഫ്യൂച്ചേഴ്സ് ഇപ്പോൾ വലിയ പോസിറ്റീവിൽ തന്നെയാണുള്ളത്. S&P 500 1% മുകളിൽ പോസിറ്റീവിൽ, ടെക്നോളജി സ്റ്റോക്കുകൾ 1.5% മുകളിൽ നേട്ടത്തിൽ. ഏഷ്യൻ മാർക്കറ്റുകളിൽ വലിയ ഇടിവിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ പോയ നിക്കി മാർക്കറ്റ് ഇപ്പോൾ 7.5% നേട്ടത്തിലാണ്. തായ്വാൻ മാർക്കറ്റ് 2.21% നേട്ടത്തിലും, ഹോങ്കോങ് മാർക്കറ്റ് 1% മുകളിലും, കോസ്പി മാർക്കറ്റ് 2.5% നേട്ടത്തിലും ട്രേഡ് ചെയ്യുന്നു. ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നാൽ ഗിഫ്റ്റ് നിഫ്റ്റി സൂചിപ്പിക്കുന്നത് ഇപ്പോൾ ഒരു 215 മുതൽ 225 പോയിന്റ്സിന്റെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗിന് സാധ്യതയുണ്ട് എന്നാണ്. ഇന്നലത്തെ ആ കനത്ത സെൽ ഓഫിൽ നിന്നും മാർക്കറ്റുകൾ ഒരു റിക്കവറി നടത്തിയത് ചിക്കാഗോ ഫെഡ് പ്രസിഡന്റ് ഓസ്റ്റിൻ ഗോൾസ്ബിയുടെ ചില വാക്കുകളൊക്കെ കാരണമാവാം. അദ്ദേഹം പറഞ്ഞ പ്രസക്തമായ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഗ്ലോബൽ മാർക്കറ്റ് സെഗ്മെന്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ വാർത്തകളും നിങ്ങൾ കാണാൻ ശ്രമിക്കുക. മാത്രമല്ല എല്ലാ ഇൻഫർമേഷൻസും നമുക്ക് കിട്ടേണ്ടത് തന്നെയാണ്. ചാനൽ ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് മാർക്കറ്റ് ന്യൂസ് സെഗ്മെന്റിൽ ആദ്യം നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന വാർത്ത ഇന്നലത്തെ മാർക്കറ്റിന്റെ ഫോൾ തന്നെയാണ്. ഇന്നലെ ഒരു യൂട്യൂബ് വീഡിയോ കണ്ടപ്പോൾ അതിൽ വളരെ ശ്രദ്ധേയമായ ഒരു കോട്ട് കാണാനിടയായി. അത് ആദ്യം തന്നെ ഒന്ന് പറഞ്ഞു പോകാം. റോം വാസ് നോട്ട് ബിൽറ്റ് ഇൻ എ ഡേ, ബട്ട് ഹിറോഷിമ ആൻഡ് നാഗസാക്കി വെർ ഡിസ്ട്രോയിഡ് ഇൻ എ ഡേ. റോം ഒരു ദിവസം കൊണ്ട് നിർമ്മിക്കപ്പെട്ടതല്ല, എന്നാൽ ഹിറോഷിമയും നാഗസാക്കിയും ഒരു ദിവസം കൊണ്ടാണ് നശിപ്പിക്കപ്പെട്ടത്. ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിൽ ഉൾപ്പെടെ ഗ്ലോബൽ മാർക്കറ്റുകളിലെല്ലാം സംഭവിച്ചത് ഇത് തന്നെയാണ്. നിഫ്റ്റിയെ കുറിച്ച് തന്നെ എടുത്തു പറയുകയാണെങ്കിൽ ഒരു ഓവർ ഹീറ്റ് സിറ്റുവേഷനിലായിരുന്നു നിഫ്റ്റി ഉണ്ടായിരുന്നത്. കാരണം ജൂൺ 4 റിസൾട്ട് വന്നതിന് ശേഷം ഏകദേശം 15% അടുപ്പിച്ചാണ് നിഫ്റ്റി ഉയർന്നത്. ഗ്ലോബൽ മാർക്കറ്റുകളുടെയും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല. S&P 500, നാസ്ഡാക്ക്, ജപ്പാൻ മാർക്കറ്റ്, നിക്കി എല്ലാ മാർക്കറ്റുകളും ഒരു ഓൾ ടൈം ഹൈ എല്ലാം ടച്ച് ചെയ്ത് വലിയ റാലിയിൽ നിൽക്കുന്ന സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഓവർ ഹീറ്റായ സിറ്റുവേഷൻ മാർക്കറ്റിൽ ഉടനീളം നിലനിന്നിരുന്നു. ഇനി ഇന്നലത്തെ മാർക്കറ്റിലേക്ക് വന്നാൽ സെൻസെക്സും നിഫ്റ്റിയും ഏകദേശം 3% അടുത്ത് ഇടിഞ്ഞു. ഇന്നലെ നമ്മൾ കണ്ടത് 469 സ്റ്റോക്കുകൾ ഉയർന്നപ്പോൾ 3084 സ്റ്റോക്കുകൾ ഇടിഞ്ഞ ഒരു കാഴ്ചയാണ് കണ്ടത്. നമുക്കറിയാം US ഒരു റിസഷൻ ഫിയർ തന്നെയാണ് ആഗോള മാർക്കറ്റുകളെ ഒരു ഇടിവിലേക്ക് കൊണ്ടെത്തിച്ചത്. ഇന്നലെ ഏഷ്യൻ മാർക്കറ്റുകളെ നമ്മൾ പ്രത്യേകം എടുത്ത് കാണേണ്ടതുണ്ട്. കാരണം അത്ര വലിയൊരു ഫോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്തതേ അല്ല. കാരണം 1987 ശേഷമുള്ള ഏറ്റവും വലിയ ഒറ്റ ദിവസത്തെ ഇടിവാണ് നിക്കി മാർക്കറ്റ് ജപ്പാൻ മാർക്കറ്റിൽ കണ്ടത്. കോസ്പി മാർക്കറ്റ് ഏകദേശം 9% ഇടിഞ്ഞു. ഈ വലിയ ഇടിവിലും ഒന്ന് പിടിച്ചു നിന്നത് ഹോങ്കോങ് മാർക്കറ്റ് ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. 1.5% മാത്രമാണ് ഹോങ്കോങ് മാർക്കറ്റ് ഇന്നലെ ഇടിഞ്ഞത്. തിരികെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നാൽ സെക്ടറുകൾ ഇന്നലെ എല്ലാ സെക്ടറുകളും ഒരുവിധം ഇടിവിൽ തന്നെയായിരുന്നു. മെറ്റൽ 5% ഇടിഞ്ഞു, റിയാലിറ്റി 4.5% ഇടിഞ്ഞു. ടാറ്റ സ്റ്റീൽ, ഹിൻഡാൽകോ, JSW സ്റ്റീൽ എന്നിവ ഈ ഇടിവിൽ മുന്നിലുണ്ടായിരുന്നു. നിഫ്റ്റി ഓട്ടോ, എനർജി സൂചികകൾ കാര്യമായ ഇടിവ് രേഖപ്പെടുത്തി. നിഫ്റ്റി 50 ബിഗ്ഗസ്റ്റ് ലോസസ് ആയി നമുക്ക് കണക്കാക്കാൻ കഴിയുന്നത് ടാറ്റ മോട്ടോഴ്സ്, അദാനി പോർട്സ്, ONGC, ഹിൻഡാൽകോ, ടാറ്റ സ്റ്റീൽ എന്നിവയാണ്. ലോസസ് ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇന്നലത്തെ ഗെയിനേഴ്സിനെ കൂടി നമ്മൾ പ്രത്യേകം ഒന്ന് നോക്കേണ്ടതുണ്ട്. മാത്രമല്ല ആ സെക്ടറുകൾ നമ്മൾ പ്രത്യേകം എടുത്ത് പരിശോധിക്കേണ്ടതുമാണ്. കാരണം ഇന്നലെ ഗെയിനേഴ്സായി മാറിയത് HUL, നെസ്ല, ബ്രിട്ടാനിയ, ടാറ്റ കൺസ്യൂമർ, അപ്പോളോ ഹോസ്പിറ്റൽ എന്നിവയാണ്. അപ്പോൾ വിപണി ഇത്ര വലിയ ഇടിവിലേക്ക് പോയപ്പോഴും FMCG സെക്ടർ തന്നെയാണ് പിടിച്ചു നിന്നതെന്ന് കാണാം. ഈ മേഖലയിൽ അവരുടെ പ്രതിരോധ സ്വഭാവവും വളർച്ചാ സാധ്യതകളും കാരണം നിക്ഷേപകരുടെ താല്പര്യം വർദ്ധിച്ചു എന്ന് കാണാം. ന്യായമായ മൂല്യനിർണ്ണയവും അതുപോലെ വിദഗ്ധരുടെ ഒരു പോസിറ്റീവ് ഔട്ട്ലുക്കുമാണ് ഇന്നലെ ഈ സ്റ്റോക്കുകൾ ഉയരാനുള്ള കാരണമായത്. ഇനി മറ്റു ചില പ്രസക്തമായ കാര്യങ്ങൾ കൂടി പറഞ്ഞു പോകേണ്ടതുണ്ട്. രൂപയുടെ മൂല്യത്തിൽ റെക്കോർഡ് ഇടിവ് ഇന്നലെ സംഭവിച്ചു. 84 ഇപ്പോൾ റുപ്പിയുള്ളത്. ക്രൂഡ് ഓയിൽ വലിയ പ്രഷറിലേക്ക് വന്നു. ഇതുകൂടാതെ ബിറ്റ്കോയിനാണ് ഇന്നലെ വലിയ ഇടിവിലേക്ക് പോയത്. ബിറ്റ്കോയിൻ 16% മുകളിൽ ഇടിഞ്ഞു. അടുത്തതായി ഇന്നലെ പുറത്തു വന്ന പ്രധാനപ്പെട്ട കമ്പനികളുടെ റിസൾട്ടുകളിലേക്ക്. ആദ്യം ഭാരതി എയർടെൽ. ക്വാർട്ടർ ടു ക്വാർട്ടർ കമ്പയർ ചെയ്യുമ്പോൾ നെറ്റ് പ്രോഫിറ്റിൽ 100.8% വലിയ ഒരു വർധനവ് തന്നെയാണ് വന്നിരിക്കുന്നത്. 4160 കോടി രൂപയിലാണ് നെറ്റ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 2.4% വർധനവ് രേഖപ്പെടുത്തിയിരിക്കുന്നു. എബിറ്റ 1.8% ഉയർന്നു. എക്സ്പെക്ടേഷനെ ബീറ്റ് ചെയ്യുന്ന ഒരു റിസൾട്ട് തന്നെയായിരുന്നു ഭാരതി എയർടെലിന്റെ ഭാഗത്ത് നിന്നും വന്നത്. മറ്റൊരു കമ്പനി ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ ആണ്. നെറ്റ് പ്രോഫിറ്റിൽ 9.4% ഇടിവാണ് വന്നിരിക്കുന്നത്. 8938 കോടി രൂപയിലാണ് നെറ്റ് പ്രോഫിറ്റ് ഉള്ളത്. ക്വാർട്ടർ ടു ക്വാർട്ടർ കമ്പയർ ചെയ്യുമ്പോഴാണ് ഈ ഇടിവ് വന്നിരിക്കുന്നത്. റവന്യൂവിൽ 1.8% വർധനവ് വന്നിരിക്കുന്നു ക്വാർട്ടർ ടു ക്വാർട്ടറിൽ. എന്നാൽ പ്രോഫിറ്റിൽ ഇയർ ഓൺ ഇയറിൽ 15% ഇടിവും
ONGCക്ക് സംഭവിച്ചിട്ടുണ്ട്. റവന്യൂവിൽ 4.3% വർധനവ് ഇയർ ഓൺ ഇയറിൽ വന്നിരിക്കുന്നു. അടുത്തത് ത്രിവേണി ടർബൈൻസ് ആണ്. നെറ്റ് പ്രോഫിറ്റിൽ 31.9% വർധനവാണ് വന്നിരിക്കുന്നത്. 80.41 കോടി രൂപയിലാണ് നെറ്റ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 23% വർധനവ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തി. 463.3 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. ഭാരതി എയർടെൽ പോലെ തന്നെ ഭാരതി ഹെക്സാകോമിൻ്റെയും റിസൾട്ട് വളരെ നല്ലത് തന്നെയായിരുന്നു. നെറ്റ് പ്രോഫിറ്റിൽ 130% വർധനവാണ് ക്വാർട്ടർ ടു ക്വാർട്ടർ കമ്പയർ ചെയ്യുമ്പോൾ വന്നിരിക്കുന്നത്. 511.2 കോടി രൂപയിലാണ് ഇപ്പോൾ പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 2.3% വർധനവും എബിറ്റയിൽ ചെറിയ ഒരു ഇടിവുമാണ് കാണാൻ കഴിയുന്നത്. മറ്റൊരു മോശം റിസൾട്ട് കാഴ്ചവെച്ചത് ടാറ്റ കെമിക്കൽസ് ആയിരുന്നു. നെറ്റ് പ്രോഫിറ്റിൽ 67.6% ഇടിവാണ് ഇയർ ഓൺ ഇയറുമായി കമ്പയർ ചെയ്യുമ്പോൾ വന്നിരിക്കുന്നത്. റവന്യൂവിൽ 10.2% ഇടിവും രേഖപ്പെടുത്തിയിരിക്കുന്നു. മറ്റൊരു കമ്പനി ദീപക് നൈട്രേറ്റ് ആണ്. നെറ്റ് പ്രോഫിറ്റിൽ 35.1% വർധനവ് വന്നിരിക്കുന്നു. 202.5 കോടി രൂപയിലാണ് നെറ്റ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 22.5% വർധനവും രേഖപ്പെടുത്തി. 2166.8 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അടുത്തത് ഒരു ഗംഭീർ റിസൾട്ടുമായി പുറത്തു വന്നത് ബ്രിഗേഡ് എന്റർപ്രൈസസ് ആയിരുന്നു. നെറ്റ് പ്രോഫിറ്റിൽ 268% വർധനവാണ് വന്നിരിക്കുന്നത് ഇയർ ഓൺ ഇയറിൽ. റവന്യൂവിൽ 64.8% വർധനവും വന്നിരിക്കുന്നു. ഇന്ന് റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ മാത്രം: ശ്രീ സിമെന്റ്, ടാറ്റ പവർ, ലൂപ്പിൻ, PB ഫിൻടെക്, പവർ ഫിനാൻസ് കോർപ്പറേഷൻ, ബജാജ് ഇലക്ട്രോണിക്സ്, ബാറ്റ ഇന്ത്യ, ബ്ലൂ സ്റ്റാർ, ബോഷ്, ചെമ്പൽ ഫെർട്ടിലൈസേഴ്സ്, കുമ്മിൻസ് ഇന്ത്യ, EIH ഗ്ലാൻ ഫാർമ, ഗുജറാത്ത് ഗ്യാസ്, IIFL ഫിനാൻസ്, ലിൻഡെ ഇന്ത്യ, PI ഇൻഡസ്ട്രീസ്, TVS മോട്ടോഴ്സ് കമ്പനി, വേദാന്ത, VIP ഇൻഡസ്ട്രീസ് എന്നിവയാണ്. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ: ഹിന്ദുസ്ഥാൻ കോപ്പർ, ആദിത്യ ബിർള ക്യാപിറ്റൽ, ബിർള സോഫ്റ്റ്, ചെമ്പൽ ഫെർട്ടിലൈസേഴ്സ്, GNFC, ഗ്രാനുൾസ് ഇന്ത്യ, ഇന്ത്യ സിമൻസ്, ഇന്ത്യ മാർട്ട്, RBL ബാങ്ക് എന്നിവയാണ്. ഇനി നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലൈവ് സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ 11 മണിയോട് കൂടിയാണ്. 11 മണി മുതൽ 3:30 വരെ ലൈവ് സെഷൻ ഉണ്ടായിരിക്കും. പ്രത്യേകിച്ച് ഇന്ന് മാർക്കറ്റിലൊക്കെ വലിയ വോളറ്റാലിറ്റി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ചെറിയ റിക്കവറിയൊക്കെ മാർക്കറ്റുകളിൽ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് വലിയ വോളറ്റാലിറ്റി മാർക്കറ്റിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കൃത്യമായി തന്നെ നിങ്ങൾ പഠിച്ച് മാത്രം ട്രേഡ് എടുക്കുക. ഇനി നമ്മുടെ സ്റ്റുഡൻസിന് ഒരുപക്ഷെ ലൈവ് കാണാൻ സാധിക്കുന്നില്ല എങ്കിൽ തൊട്ടുമുകളിൽ ഇവിടെ ഒരു വാട്സപ്പ് നമ്പർ നമ്മൾ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ചതിന് ശേഷം നിങ്ങൾക്ക് ഞങ്ങളുടെ എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇന്നലത്തെ മാർക്കറ്റ് ഹൈലൈറ്റ്സിലേക്ക്. മാർക്കറ്റിൽ ഒരു വലിയ സെൽ ഓഫ് ആണ് ഇന്നലെ കണ്ടത്. നിഫ്റ്റിയും നിഫ്റ്റി ബാങ്കും 2.5% ഇടിഞ്ഞു. മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും ഏകദേശം 3 മുതൽ 4% വരെ ഇടിഞ്ഞു. ഇന്ത്യ മിക്സ് ഇന്നലെ മാത്രം 50%-ലേറെ ഉയർന്നു. മിക്ക സെക്ടറുകളും ഇന്നലെ റെഡിലാണ് ക്ലോസ് ചെയ്തത്. മെറ്റൽ, റിയാലിറ്റി, മീഡിയ എന്നിവ ടോപ്പ് ലൂസേഴ്സ് ആയി മാറി. ജപ്പാനീസ് ഇൻഡെക്സ് നിക്കി 1987 ശേഷമുള്ള ഒരു വേഴ്സ്റ്റ് ഫോളിലേക്ക് പോയി. FMCG സെക്ടർ മാത്രമാണ് നേട്ടമുണ്ടാക്കിയത്. HUL, നെസ്ലെ, ഡാബർ എന്നിവ ടോപ്പ് ഗെയിനേഴ്സ് ആയി മാറി. മെറ്റൽ സ്റ്റോക്കുകളിൽ കനത്ത സെല്ലിംഗ് പ്രഷർ കണ്ടു. 4 മുതൽ 8% വരെ ഇടിഞ്ഞു. ക്രൂഡ് ഓയിൽ 6 മാസത്തെ ഏറ്റവും താഴ്ന്ന നിലയിലെത്തി. അതുകൊണ്ട് തന്നെ ONGC 6% ഇടിഞ്ഞു. നിഫ്റ്റിയിലേക്ക് 24,055-ൽ 662 പോയിന്റ്സ് ഇടിഞ്ഞാണ് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. കഴിഞ്ഞ 2 മാസത്തിനിടയിലെ ഏറ്റവും വലിയൊരു ഫോൾ ആയിരുന്നു നിഫ്റ്റിയിൽ കണ്ടത്. നിഫ്റ്റി കഴിഞ്ഞ മാസം ഉണ്ടാക്കിയ നേട്ടം കേവലം 3 ട്രേഡിംഗ് സെഷൻ കൊണ്ട് ഇല്ലാതെയായി. നിഫ്റ്റി ഓൾ ടൈം ഹൈയിൽ നിന്ന് ഈ 3 ദിവസം കൊണ്ട് ഏകദേശം 1000 പോയിന്റ്സിലേറെ ഇടിയുകയുണ്ടായി. ഇപ്പോൾ പ്രധാനപ്പെട്ട എല്ലാ മൂവിംഗ് ആവറേജുകൾക്കും താഴെയായിട്ടാണ് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത്. മാത്രമല്ല 20-ഡേ EMA ഉള്ളത് 24,575-ലാണ്. അതിലുമൊക്കെ ഒരുപാട് താഴെയാണ് ഇപ്പോൾ നിഫ്റ്റി ഉള്ളത്. ഡൗൺ സൈഡിൽ വളരെ പ്രധാനപ്പെട്ട ലെവലാവാൻ സാധ്യതയുള്ളത് 23,600 മുതൽ 23,650 വരെയുള്ള ലെവലാണ്. ഈ ഒരു ലെവൽ നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ടതാണ്. മാത്രമല്ല 23,280 ലെവലിൽ 20 വീക്ക് മൂവിംഗ് ആവറേജ് ഉണ്ട്. അതുകൊണ്ട് ആ ലെവൽ നമ്മൾ പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കേണ്ടതാണ്. ഇന്നലെ ഡൗൺ ആയതിനു ശേഷം ഒരു സപ്പോർട്ടായി ആക്ട് ചെയ്തത് 50-ഡേ EMA ആയിരുന്നു. ആ ലെവൽ 23,970 ലെവലാണ്. അവിടെ നിന്നാണ് ഒരു ബൗൺസ് ബാക്ക് ലഭിച്ചത്. അപ്സൈഡിൽ പ്രധാനപ്പെട്ട ലെവൽ 24,500 മുതൽ 24,700 വരെയുള്ള ലെവലാണ്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്ക്. ആദ്യം കോൾ സൈഡിൽ 25,000-ലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് ഉള്ളത്. അതിനുശേഷം 24,800 സ്ട്രൈക്കിലും അതിനുശേഷം 24,500 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 24,000-ആണ്. അതിനുശേഷം 23,500 സ്ട്രൈക്ക്, അതിനുശേഷം 24,100 സ്ട്രൈക്ക്. അടുത്തതായി ഡെയിലി ക്യാൻഡിലാണ്. നിങ്ങൾ സ്ഥിരമായി പ്രീ മാർക്കറ്റ് കാണുന്ന ആളുകളാണെങ്കിൽ നമ്മുടെ ഈ വീഡിയോൻ്റെ ഒരു സ്റ്റൈൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. എല്ലാ ദിവസവും ഏതാണ് ആ ക്യാൻഡിൽ എന്ന് നമ്മൾ പ്രത്യേകം എടുത്ത് പറയാറുണ്ട്. അപ്പോൾ നിഫ്റ്റി ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്ത August 1 ക്യാൻഡിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നിംഗ് ടോപ്പിന് സമാനമായ ക്യാൻഡിലായിരുന്നു അന്ന് ഫോം ആയത്. അത് നമ്മൾ പ്രീ മാർക്കറ്റിൽ പറഞ്ഞതാണ്. അതിനുശേഷമാണ് ഇത്രയും വലിയൊരു ഫോൾ വന്നത്. അപ്പോൾ ഒത്തിരിയേറെ വിലപ്പെട്ട ഇൻഫർമേഷൻസ് നമ്മൾ ഇവിടെ നിന്നും നമ്മൾ പറയുന്നുണ്ട്. ഇനി ഇതിനേക്കാൾ ഒത്തിരിയേറെ ഇൻഫർമേഷൻസ് നമ്മുടെ സ്റ്റുഡൻസിനായി നമ്മൾ പറഞ്ഞു കൊടുക്കാറുമുണ്ട്.
അത്തരത്തിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ തൊട്ട് താഴെ ഇവിടെ ഒരു വാട്സപ്പ് നമ്പർ ഉണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ചതിന് ശേഷം നിങ്ങൾക്ക് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി ഇന്നലത്തെ ക്യാൻഡിൽ നോക്കാം. വലിയ ലോവർ വിക്കും ചെറിയ അപ്പർ വിക്കോടും കൂടിയ ഒരു വലിയ ബീറിഷ് ക്യാൻഡിലാണ് ഡെയിലി ചാർട്ടിൽ ഫോം ആയിരിക്കുന്നത്. കൂടാതെ ഒരു കാര്യം കൂടി ഒന്ന് പറയാനുള്ളത്, ഇന്നലത്തെ വോളിയം കൂടി നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ആവറേജ് വോളിയത്തേക്കാൾ കൂടുതലായിരുന്നു ഇന്നലത്തെ വോളിയം ഉണ്ടായിരുന്നത്. ബിയറിഷ് വോളിയം തന്നെയായിരുന്നു. അതുകൂടി ഒന്ന് നമ്മൾ നോട്ട് ചെയ്യേണ്ടതാണ്. അടുത്തതായി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം പ്രധാനപ്പെട്ട സ്ട്രൈക്കുകളിലെ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും വ്യത്യാസങ്ങൾ പരിശോധിക്കാം. ആദ്യം 24,050 സ്ട്രൈക്കിൽ 90% വർധനവാണ് പുട്ട് സൈഡിലുള്ളത്. ലോങ് ബിൽഡപ്പ് തന്നെയാണ്. എന്നാൽ കോൾ സൈഡിൽ വലിയ ഒരു ഷോർട്ട് ബിൽഡപ്പ് കാണാം. 4,887% വലിയ ഒരു ഷോർട്ട് ബിൽഡപ്പാണ് അവിടെ കാണുന്നത്. 24,000 സ്ട്രൈക്കിൽ 4% മാത്രം വർധനവ്, ഒരു ചെറിയ ലോങ് ബിൽഡപ്പ് കാണാം. 633% വർധനവ്, ശക്തമായ ഒരു ഷോർട്ട് ബിൽഡപ്പ് കോൾ സൈഡിൽ കാണാം. അടുത്തതായി 24,100 സ്ട്രൈക്കിൽ 33% ഇടിവാണ് പുട്ട് സൈഡിൽ കാണുന്നത്. ഒരു ലോങ് അൺവൈൻഡിങ് ആണ് ആ സ്ട്രൈക്കിലുള്ളത്. എന്നാൽ 7,104% വർധനവ് കോൾ സൈഡിൽ കാണാം. ഒരു വളരെ ശക്തമായ ഒരു ഷോർട്ട് ബിൽഡപ്പ് തന്നെയാണ് ആ സ്ട്രൈക്കിൽ വീണ്ടും കാണുന്നത്. ഈ 3 സ്ട്രൈക്കുകളും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള കോൾ സെല്ലേഴ്സ് തന്നെയാണ് വളരെ ശക്തമായി നിൽക്കുന്നത് എന്ന് കാണാം. ബാങ്ക് നിഫ്റ്റിയിലേക്ക് ഒരു ഗ്യാപ് ഡൗണിൽ ആരംഭിച്ച് ഒടുവിൽ ക്ലോസ് ചെയ്യുന്നത് 2.5% ഇടിഞ്ഞ് 50,092 2024 ജൂൺ 14 ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിലയിലാണ് ബാങ്ക് നിഫ്റ്റി ഉള്ളത്. ബാങ്ക് നിഫ്റ്റി 50-ഡേ EMIക്ക് താഴെയായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്സൈഡിൽ ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 50,250 മുതൽ 50,500 വരെയുള്ള ലെവലാണ്. ഡൗൺ സൈഡിൽ പ്രധാനപ്പെട്ട ഒരു ലെവലാവാൻ സാധ്യതയുള്ളത് 49,500 മുതൽ 49,750 വരെയുള്ള ലെവലും. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകൾ 52,000 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് ഉള്ളത്. അതിനുശേഷം 51,500 സ്ട്രൈക്കും അതിനുശേഷം 51,000 സ്ട്രൈക്കുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 50,000 അതിനുശേഷം 49,000 ലെവലും അതിനുശേഷം 48,500 സ്ട്രൈക്കുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 50,000, റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 51,000. ഇന്ത്യ വിക്സിലേക്ക് 50%-ഒക്കെ ഒരു സ്പൈക്ക് വല്ലപ്പോഴും മാത്രമേ കാണാൻ സാധിക്കാറുള്ളൂ. അത്തരത്തിൽ ഇന്നലെ 50%-ന് മുകളിൽ ഇന്ത്യ വിക്സ് ഉയർന്നു. ഇന്നലെ 2 മാസത്തെ ഏറ്റവും ഉയർന്ന നിലയിലാണ് ഇന്ത്യ വിക്സ് എത്തിയത്. 42.23% ഉയർന്ന് 20.37 ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ഗ്ലോബൽ മാർക്കറ്റ് സെഗ്മെന്റിൽ ആദ്യം FIDA ആക്ടിവിറ്റിയാണ്. FIIs 10,073 കോടി രൂപയുടെ വലിയ സെല്ലിംഗ് ആണ് ഇന്നലെ നടത്തിയത്. DISും അതിനൊത്ത് പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. 9,155 കോടി രൂപയ്ക്ക് അവർ ബൈ ചെയ്തു. US മാർക്കറ്റിലേക്ക് US മാന്ദ്യത്തിൻ്റെ ആശങ്കകൾക്കിടയിൽ കഴിഞ്ഞ ആഴ്ച US വിപണി വലിയൊരു ഇടിവിലേക്ക് പോയിരുന്നു. ഇന്നലെയും ആ ഇടിവ് തുടർന്നതായിട്ട് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു സ്റ്റീപ്പ് ഫോൾ തന്നെയാണ് ഇന്നലെയും കണ്ടത്. ഡൗ ജോൺസ് 2.6% ഇടിഞ്ഞു. നാസ്ഡാക്ക് 3.43% ഇടിഞ്ഞു. S&P 500 3%മാണ് ഇന്നലെ ഇടിഞ്ഞത്. ഇന്നലത്തെ ഈ ഇടിവിന് മറ്റൊരു കാരണമായത് വാരൻ ബഫറ്റ് ആപ്പിളിൻ്റെ ഷെയർ 55% വിറ്റു എന്ന വാർത്ത പുറത്തു വന്നു. ഇത് മാർക്കറ്റിന് കൂനിന്മേൽ കുരു എന്ന അവസ്ഥയിലേക്ക് മാറ്റുകയും ചെയ്തു. ആപ്പിൾ ഇന്നലെ 4.8% ഇടിഞ്ഞത്. വിക്സ് ഇന്നലെ 64% ഉയർന്നു. തുടക്കത്തിൽ 65-ൽ ഓപ്പൺ ചെയ്ത വിക്സ് പിന്നീട് കൂൾ ഓഫ് ആവുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. എല്ലാ സെക്ടറുകളും ഇന്നലെ നെഗറ്റീവിൽ തന്നെയായിരുന്നു. അതിൽ മുന്നിൽ നിന്നത് ടെക്നോളജി സ്റ്റോക്കുകളായിരുന്നു. ഇനി പറയുന്നതാണ് ഇന്നത്തെ മാർക്കറ്റിൻ്റെ ഒരു ടേൺ അറൗണ്ട് എന്ന് പറയുന്നത്. കാരണം ഇന്നലത്തെ ഈ ഒരു പ്രസ്താവനയാണ് മാർക്കറ്റിനെ മാറ്റിമറിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം. ഓസ്റ്റിൻ ഗോൾസ്ബി ചിക്കാഗോ ഫെഡ് പ്രസിഡന്റാണ്. അദ്ദേഹം മാന്ദ്യത്തെക്കുറിച്ചുള്ള ഭയത്തെ അത്ര കാര്യമായി കാണുന്നില്ല. വലിയൊരു റിസഷൻ ഫിയറൊന്നും US-ൽ ഇല്ല എന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ പലിശ നിരക്കിൽ വളരെയധികം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് ഫെഡറൽ റിസർവ് ഒഴിവാക്കണം എന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നു. US വിപണി ഇടിയാനുണ്ടായ 3 കാരണങ്ങൾ കൂടി നമുക്കൊന്ന് നോക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയിലെ ദുർബലമായ തൊഴിൽ റിപ്പോർട്ട്, നിർമ്മാണ പ്രവർത്തനങ്ങൾ ചുരുങ്ങിയതും വലിയ US ടെക്നോളജി കമ്പനികളിൽ നിന്നുള്ള സമീപകാല നിരാശാജനകമായ റിസൾട്ടുകളും തന്നെയാണ് US വിപണി ഇത്ര വലിയൊരു ഇടിവിലേക്ക് പോകാൻ കാരണമായത്. ഇതുകൂടാതെ LSEG ഡാറ്റ കാണിക്കുന്നത് 50 ബേസിസ് പോയിന്റ്സിന്റെ റേറ്റ് കട്ടിനുള്ള സാധ്യത ഇപ്പോൾ 86% ഉയർന്നു എന്നാണ്. US-ൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനത്തിലേക്കാണ്. ആദ്യം ടെക് സൈഡിൽ ഇൻഫോസിസ് 4.48% ഇടിഞ്ഞത്. വിപ്രോ 4.39% ഇടിഞ്ഞു. ബാങ്കിംഗ് സൈഡിൽ ICICI ബാങ്ക് 1% ഇടിഞ്ഞു. HDFC ബാങ്ക് 3.27% ഇടിഞ്ഞത്. റിലയൻസ് ഇൻഡസ്ട്രീസ് ഇന്നലെ 4%-നോടടുത്ത് ഇടിയുകയും ചെയ്തു. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച US ഫ്യൂച്ചേഴ്സ് ശക്തമായൊരു തിരിച്ചുവരവിന്റെ സൂചനയാണ് നൽകുന്നത്. നാസ്ഡാക്ക് 0.91% ഉയർന്നു. S&P 500 1.43% ഉയർന്നാണ് ഇപ്പോൾ ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യുന്നത്. യൂറോപ്യൻ മാർക്കറ്റിലേക്ക്
ഇന്നലത്തെ യൂറോപ്യൻ മാർക്കറ്റുകളും കനത്ത സെൽ ഓഫിൽ തന്നെയായിരുന്നു. UK മാർക്കറ്റ് FTSE 2% ഇടിഞ്ഞു. ഡാക്സ് 1.82%, ഫ്രാൻസ് മാർക്കറ്റ് CAC 1.42% ഇടിഞ്ഞു. സ്റ്റോക്ക് 600 2.17% ഇടിഞ്ഞത്. ഇന്നലെ US നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ടെക്നോളജി സ്റ്റോക്കുകൾ തന്നെയാണ് ഇടിവുണ്ടാക്കിയത്. 3% ഇടിഞ്ഞത്. ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന യൂറോപ്യൻ മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് പോസിറ്റീവിൽ തന്നെയാണ്. ഡാക്സ് 0.53% നേട്ടത്തിൽ, CAC 0.56% നേട്ടത്തിൽ, FTSE 0.37% നേട്ടത്തിലും ട്രേഡ് ചെയ്യുന്നു. ഏഷ്യൻ മാർക്കറ്റിലേക്ക് ഇന്നത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയ കാര്യം നിക്കി മാർക്കറ്റ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 9% നേട്ടത്തിലാണ്. അടുത്തത് ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് വന്നാൽ 24,335.50 എന്ന നിലയിൽ 0.80% നേട്ടത്തിലാണ് ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 5 മിനിറ്റ് ആണ്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ നമുക്ക് ഓപ്പണിങ്ങിന് സാധ്യതയുള്ളത് 215 മുതൽ 225 പോയിന്റ്സിന്റെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. മറ്റ് ഏഷ്യൻ മാർക്കറ്റുകളിൽ കോസ്പി മാർക്കറ്റ് ഇപ്പോൾ 3.48% നേട്ടത്തിൽ, തായ്വാൻ മാർക്കറ്റ് 2.99% നേട്ടത്തിൽ, സിംഗപ്പൂർ മാർക്കറ്റ് 0.19% നേട്ടത്തിൽ എന്നിങ്ങനെയാണ് ട്രേഡ് ചെയ്യുന്നത്. ഓയിൽ പ്രൈസുകൾ US സമ്പദ് വ്യവസ്ഥ മാന്ദ്യത്തിന്റെ വക്കിലാണ് എന്ന വാർത്തകൾ വന്നതോടെ ഇക്വിറ്റി വിപണി വലിയ ഇടിവിലേക്ക് പോയി. ഇതോടെ US ക്രൂഡ് ഓയിൽ ഫ്യൂച്ചേഴ്സ് തിങ്കളാഴ്ച 6 മാസത്തെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് പോയി. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഉള്ളത് $77.11 പെർ ബാരൽ എന്ന നിലയിലാണ്. 0.18% ഇടിവിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. എന്നാൽ WTI ഉള്ളത് $73.92 പെർ ബാരൽ എന്ന നിലയിൽ 1.36% നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളാണ് നമ്മളിവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. അത് ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും അത് റെക്കമെൻഡേഷൻ ആയിട്ട് ആരും തന്നെ എടുക്കരുത്. എങ്കിൽ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.